കാട്ടാന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്ലാമലക്കുടിയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ കാട്ടാന നിരവധി ഇടങ്ങളിൽ കൃഷിനാശമുണ്ടാക്കി. കാട്ടാന ശല്യത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് സമരത്തിന് ഒരുങ്ങിയാണ് പ്രദേശത്തെ ആദിവാസി കുടുംബങ്ങൾ. നിരവധി ആളുകളെ കാട്ടാന ആക്രമിച്ചു കൊന്ന അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്ലാമലക്കുടിയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായി. 50 ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന കുടിയിൽ അടിക്കടി ഉണ്ടാകുന്ന കാട്ടാനയുടെ ആക്രമണം വലിയ നാശനഷ്ടമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 3 വർഷം ഇവിടെ താമസിച്ച് തുടങ്ങി. ഞങ്ങൾക്ക് രാത്രി ചില മാസങ്ങളിൽ ചില വർഷങ്ങളിൽ ആനിൻ്റെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് രാത്രി നേരമൊക്കെ 5-6 ദിവസമൊക്കെ ഉറക്കൊളിച്ച് പുറത്ത് തീയും കൂട്ടി ഒരു പാത്രമൊക്കെ എടുത്ത് പൊട്ടിക്കൊണ്ടിരിക്കുക. പടക്കം പൊട്ടിക്കാനാണെങ്കിൽ ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ പുറത്തുകാർ കേട്ടാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അതുപോലെ പഞ്ചായത്തുകാരും വന്ന് ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു സംവിധാനം കണ്ടെത്തുന്നില്ല. എങ്ങനെയാണ് കിടക്കുന്ന പിള്ളേർ കിടന്നു തുറക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിന് കിടന്നു. കഴിഞ്ഞ ദിവസം കൂടിയിലെത്തിയ കാട്ടാനക്കൂട്ടം നിരവധി ഏക്കർ സ്ഥലത്തെ കൃഷി നശിപ്പിച്ചു. വാഴയും കമുകും തെങ്ങുമെല്ലാം കാട്ടാനക്കൂട്ടം തിന്നു തീർത്തു. രാത്രിയിൽ വീടിൻ്റെ അടുത്തൊക്കെ വന്ന് വാഴയൊക്കെ എടുത്തിട്ട് ഉറങ്ങി കിടക്കുന്ന സമയത്താണ് ഞങ്ങൾ കേൾക്കുള്ളൂ. അങ്ങനെ എണിച്ചിട്ട് അങ്ങനെ അറിയുന്നത്. മിഞ്ഞാന്ന് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് അളിയൻ്റെ വീടിൻ്റെ അവിടെ വരാൻ വന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ അറിഞ്ഞ് ഇവിടെ നിന്ന് ഓടി അവരെ എണിപ്പിച്ചു. ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ആനശല്യം കൊണ്ട്. വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ നിരവധി വട്ടം പ്രദേശവാസികൾ വനം വകുപ്പിന് പരാതി നൽകിയിട്ടും കാട്ടാനക്കൂട്ടത്തെയും മറ്റു വന്യജീവികളെയും തുരത്താൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. എസ്. സെൽവരാജ്, മീഡിയ നെറ്റ്.